ഹലോ മച്ചമ്മരി സ്ട്രീം ഹൗസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 15-ാം ദിനം കടന്നിരിക്കുകയാണ്. ഈ ഒരു സിനിമ ബബബ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബബബയുടെ മുന്നിൽ കളങ്കാവൽ കളക്ഷൻ മികവോടെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. സിനിമയുടെ ഷോ കൗണ്ടുകൾ കുറഞ്ഞെങ്കിലും കളക്ഷൻ നല്ല ലെവലിൽ പേഴ്സൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ വലിയ വിജയമായി മാറുന്നു എന്നുള്ളത് പറയാം. ഈ ഒരു ദിവസവും 15-ാം ദിനത്തിൽ 441ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 4000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മോർണിംഗ് 9 മണിക്ക് മുമ്പ് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏകദേശം 7 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത്. അതൊരു കുറവ് എമൗണ്ട് അല്ല. രാവിലെ ഷോകൾ തുടങ്ങുന്നതിന് മുമ്പാണ് എന്നുള്ളത് പറയാം. നമുക്കറിയാം 10 മണി 11 ആണ് ഇനി ഷോകൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്നലത്തെ കളക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം സിനിമയ്ക്ക് ലഭിച്ചത് 40 ലക്ഷം രൂപയോളമാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 600ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഇന്നലെ ചാർട്ട് ചെയ്യപ്പെട്ടത്. ഇവിടെ ട്രാക്ക് ചെയ്യപ്പെട്ടത് ഏകദേശം 560ഓളം ഷോകൾ, 15,000-നടുത്ത് 14,445ഓളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് കണ്ടു എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ. എന്താണേലും മികച്ച രീതിയിൽ തന്നെ സിനിമ പോകുന്നു. 35 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ചിത്രം ആഗോളതലത്തിൽ 81 കോടിയും എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ബബബ എന്ന ചിത്രം കളം നിറഞ്ഞ് അവിടെ ഓടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യം, ബബബ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അഭിപ്രായം മുന്നോട്ട് പോകുന്നത് ഈ ഒരു ചിത്രം തന്നെയാണ്. എല്ലാം കൊണ്ടും ക്വാളിറ്റിയും അഭിനയവും എല്ലാ സംഭവങ്ങളും അതിഗംഭീരം. എന്തിന് BGM വരെ അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഈ ഒരു ചിത്രത്തിന് കിട്ടുന്ന വാല്യൂ ഇങ്ങനെയുള്ള സിനിമകൾ പിന്നാലെ വരുമ്പോൾ തന്നെയാണ് കൂടുന്നത് എന്ന് ഉറപ്പിക്കാം. എന്താണേലും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ ഒരു സിനിമ വമ്പൻ സക്സസ്സായി മാറുന്നു. ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തന്നെ വരുന്നു. ബാക്കിയെല്ലാം ഒരു വള്ളപ്പാടകലെ വളരെ മാറി നിൽക്കേണ്ട ചിത്രങ്ങളായി നിൽക്കുകയും ചെയ്യുന്നു. വീണ്ടും 80 കോടി ക്ലബിലേക്ക് മമ്മൂട്ടി എത്തുകയാണ്. ഇങ്ങനെ ഒരു 10 കോടിയോളം മുതൽ മുടക്കിൽ 80 കോടി നേടുന്ന വേറെ ചിത്രങ്ങൾ വളരെ വിരളമെന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ ലോ കോസ്റ്റിൽ ഇറങ്ങുമ്പോൾ അവിടെയെല്ലാം വമ്പൻ വിജയങ്ങളും അവർക്ക് നേടാൻ കഴിയുന്നു. കാരണം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഇതുവരെ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് 18,000-ന് മുകളിലുള്ള ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. 18,23,000-ഓളം ടിക്കറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസ് കേരളത്തിൽ നിന്ന് മാത്രം സിനിമ കണ്ടു എന്നുള്ളതാണ്. 3-ാം വാരത്തിലേക്ക് കടക്കുന്ന ചിത്രത്തിന് ഏകദേശം 187ഓളം തിയേറ്ററുകളാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം GCC രാജ്യങ്ങളിൽ 3-ാം വാരത്തിൽ മിന്നുന്ന ലെവലിലുള്ള തിയേറ്റർ ലിസ്റ്റും നമുക്ക് കാണാൻ കഴിയുന്നു. അതുതന്നെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. GCCയിൽ മികച്ച ഹോൾ തന്നെയാണ്. ഇന്ന് സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാകും ആഗോള ബോക്സ് ഓഫീസിൽ എന്നുള്ള. പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ വലിയ രീതിയിൽ കളക്ഷൻ ഉണ്ടാകും. കേരളത്തിൽ സ്റ്റഡി ആയിട്ട് 40-45 ലക്ഷം രൂപയും സിനിമയ്ക്ക് നേടാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനിടയിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ ഇന്നത്തോടെ 7 കോടിയും എത്തുകയാണ്. എന്താണെങ്കിലും മമ്മൂട്ടി ചിത്രം വീണ്ടും അതിഗംഭീരമാകുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം. താങ്ക് യു ബ്രോസ്.